Hello friends, welcome to the channel. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റീസെന്റ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ EVM എന്ന ബ്രാൻഡിന്റെ SSD നമ്മൾ അൺബോക്സിംഗ് ആളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ചീപ്പസ്റ്റ് SSD ആണ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ക്രൂഷ്യലിന്റെ നമ്മളൊരു SSD നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് ഏറ്റവും ഈ SSD റേഞ്ചിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന കുറച്ച് രണ്ട് മോഡലുകളാണ്. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ സ്പീഡ് ടെസ്റ്റിംഗ് ആളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു റെഗുലറായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് എന്തായാലും ഞാൻ ഇത് ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇതിന്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് എത്രയ്ക്ക് സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോസിലാണ്. അപ്പോൾ നോക്കാൻ പോകുന്ന സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ Ryzen 5 ഉള്ള പ്രൊസസ്സറുള്ള, അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു PC-യിലാണ്, നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഇൻബിൽഡ് നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള SSD2 ഇതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇവർ പറയണ പോലെ ശരിക്കും ഇത് രണ്ടെണ്ണത്തിലും അവർ പറയുന്ന സ്പീഡ് എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് 500 MB/s ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പീഡ് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയൊക്കെ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാൽ ചെക്ക് എടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ വീഡിയോ ഫയൽസാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് നമുക്ക് ഈ 4 ഫയൽസും കൂടിയിട്ടൊരു 3 GB സൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുത്താൻ പോകുന്ന പോർട്ട് USB 3 പോർട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ അത് ഒന്നുകൂടി കൺഫേം ചെയ്തോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ EVM എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഇന്ത്യൻ ബ്രാൻഡാണ് ഇത്. ഇതിന്റെ സ്പീഡ് ടെസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിത് ഇത് ഞാൻ കോപ്പി ചെയ്തു. ഞാൻ സൈസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സൈസ് വരുന്നത് 2.97 ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്യാണ്. കോപ്പി. അപ്പോൾ ഇതാണ് എൻ്റെ മറ്റേ SSD വന്നിരിക്കുന്നത്. അജയ് എന്നതിൻ്റെ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പീഡ് കാണാം. 269 MB/s ഒക്കെ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് കോപ്പി ചെയ്ത് നോക്കാം. അപ്പോൾ റീഡറായിട്ട് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ രണ്ടും നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു, കട്ട്, ബാക്ക്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കോപ്പിയാണല്ലോ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു ഫോൾഡർ ഉണ്ടാക്കാം. ഇത് കോപ്പി ചെയ്യുന്ന SSD-ക്കാണ് കേട്ടോ. എന്താ കൊടുത്തു. ഇത് 1.2 GB/s ഒക്കെ സ്പീഡ് ഇടുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടിരിക്കും. പെട്ടെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര സ്പീഡ് ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സ്പീഡ് കുറവെന്ന് വേണമെങ്കിൽ പറയാനുള്ളത്. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ നമ്മുടെ EVM ബ്രാൻഡ് ഇത് ആക്ച്വലി ഇതിന് 128 GB-ന് 1600-1700 റേഞ്ചൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അത് ആക്ച്വലി ആ പ്രൈസിന് നല്ല വാല്യൂ ഫോർ മണി തന്നെ പറയാം. ഭയങ്കര സ്പീഡ് കുറവ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് എജക്ട് ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത് ക്രൂഷ്യലിനെ നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ക്രൂഷ്യലിനെ കുത്തിരി തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഞാൻ ക്രൂഷ്യലിനെ നമ്മുടെ SSD കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ പേര് മോഡൽ നെയിം വരുന്നത് ക്രൂഷ്യൽ എക്സിസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് സെയിം ഫയൽ തന്നെയാണ്. ഞാനത് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തു, ക്രൂഷ്യലിലേക്ക് പോയി. ഇവിടെ നമ്മുടെ ചാനലിൻ്റെ സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കോപ്പി പേസ്റ്റ് അടിച്ചു കേട്ടോ. അപ്പോൾ ഇനി സ്പീഡ് നമുക്ക് നോക്കാം. ഇതും ഓൾമോസ്റ്റ് ആ റേഞ്ച് തന്നെയാണ് കേട്ടോ. 227 MB/s 200-250 റേഞ്ചൊക്കെ വരുന്നത്. ഇപ്പോൾ കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് EVM ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി സ്പീഡ് തരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്പീഡ് കണ്ടിട്ട് ഇനി നമുക്ക് ഇതിവിടെ നിന്ന് അങ്ങോട്ട് കോപ്പി ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഈ സെയിം സാധനം കോപ്പി ചെയ്തെടുക്കുകയാണ്, അല്ല കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നമ്മുടെ നേരത്തെ ഫയലിൽ അവിടെ തന്നെ പുതിയ ഫോൾഡറിൽ കോപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര സ്പീഡിൽ നോക്കി നോക്കാം. കോപ്പി ചെയ്യുമ്പോൾ അങ്ങോട്ട് സ്പീഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 1 GB/s ഒക്കെ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ റിയൽ ടൈം സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ EVM എന്ന് വെച്ചാൽ ഇത് രണ്ടും റേഞ്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിന് ഭയങ്കര പ്രൈസ് കുറവാണ് കേട്ടോ. മറ്റേതിനെക്കാട്ടും ഒരു 1000-1500 റേഞ്ചൊക്കെ നമുക്ക് ഇതിനായിട്ട് കുറവ് കിട്ടുന്നുണ്ട് EVM-ന്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു SSD ഒരു ബേസിക് SSD നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് അതുപോലെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ അത് സംഭവങ്ങളൊന്നും കിട്ടില്ല കേട്ടോ, അത് ക്രൂഷ്യലും ഇല്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ധൈര്യമായിട്ട് നോക്കാം കേട്ടോ. എനിക്ക് എന്തായാലും അതിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.